1 + 3 + 5 + എക്സെട്ര + n ബൈ 1 + 2 + 3 + എക്സെട്ര + n = 12/7 ആയ എന്നിൻ്റെ വില കാണുക. ഇവിടെ നമുക്ക് അംശം 1, 3, 5 ഇത് ഒറ്റ സംഖ്യകളാണ്. 1, 3, 5 ഇത് ഓഡ് നമ്പേഴ്സാണ്. ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ് പറയുന്നത്, ഒറ്റ സംഖ്യകളുടെ തുക. ഒറ്റ സംഖ്യകളുടെ തുക തുടക്കം മുതൽക്കുണ്ട്. ആദ്യം മുതൽക്കുള്ള ഒറ്റ സംഖ്യകളുടെ തുക സൂത്രവാക്യം എന്താ? ആദ്യം മുതൽക്കുള്ള ഒറ്റ സംഖ്യകളുടെ തുക സൂത്രവാക്യം n² ആണ്. ബൈ ഇപ്പോൾ നമ്മൾ അംശം എഴുതി. അതുപോലെ ഛേദോ, ഇത് എണ്ണൽ സംഖ്യകളാണ്. എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. തുടക്കം മുതൽക്ക്, അതായത് 1 മുതൽക്കുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്താണ്? 1 മുതൽക്കുള്ള എണ്ണൽ സംഖ്യകളുടെ തുക n × n+1/2. ഇപ്പോൾ നമ്മൾ അംശവും ഛേദവും എഴുതി. സമം വലതുവശത്ത് എന്താണ്? 12/7. ഇവിടെ അംശം n², ഛേദം n × n+1/2 ആണ്. ഇങ്ങനെ ഛേദം വരുമ്പോൾ, ഛേദം ഒരു ഫ്രാക്ഷനായിട്ട് വരുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഛേദം ഒരു ഫ്രാക്ഷനായിട്ട് വരുമ്പോൾ അതിൻ്റെ ഉൽക്രമം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ അംശം എന്താണ്? n² ഇൻറ്റു ഇതിനെ തിരിച്ചിടുക. എന്ത് വരും? 2/n × n+1 സമം 12/7. നമുക്കിതിൽ ഒരു n വെട്ടിക്കളയാം. ഒരു n വെട്ടിക്കളഞ്ഞാൽ ബാക്കി 2n. 2n ബൈ ഛേദം n+1 സമം 12/7. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിക്കുക. ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ 7 × 2n 14n സമം ഇടുക. ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിക്കുക. ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിക്കുമ്പോൾ 2നെ ഗുണിക്കണം. 12 × n 12n. 12 × 1 + 12. നമുക്ക് n-ൻ്റെ വില കാണുമ്പോൾ n രണ്ടും സമത്തിൻ്റെ ഒരു വശത്ത് വരണം. ഇവിടെ രണ്ട് വശത്തായിട്ടാണ് കിടക്കണം. അപ്പോൾ n ഒരു ഭാഗത്ത് വരണം. ഇവിടെ എന്തുണ്ട്? 14n. ഇതിങ്ങോട്ട് വന്നു, കുറയ്ക്കണം. 12n സമം അപ്പുറത്ത് എന്തുണ്ട്? 12. ഇത് കുറയ്ക്കുമ്പോൾ എത്ര വരും? 2n സമം 12. n എങ്ങനെ കാണുക? 12/2 സമം 6.